Colossians chapter 1, verse 23. So do not move from the hope held in the gospel. ഇങ്ങനെ വായിക്കുന്നത്, you must not be moved away from the hope brought to you by the good news that you heard. So if you stay strong, this will happen. അങ്ങനെയാ വായിക്കുന്നത്. If you stay strong, this will happen. നിങ്ങൾ ഉറപ്പുള്ളവരായി നിന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കും. എന്താണ് സംഭവിക്കുന്നത്? Verse 122. He will bring you bring you into the God's presence as people who are holy, with no wrong and with nothing of which God can judge you guilty. 22. അങ്ങനെ നിങ്ങൾ നിലനിന്നാൽ നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും That's what we are praying for. നമ്മൾ അതാണ് പ്രാർത്ഥിക്കുന്നത്. എനിക്കൊന്ന് എല്ലാവരുടെയും പ്രാർത്ഥന അതാണ്, അല്ലേ? അല്ലേ? നിങ്ങൾ അങ്ങനെയാണ് പ്രാർത്ഥിക്കാറുണ്ടോ? അതോ എനിക്ക് കാർ വേണം, വീട് വേണം എന്നൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്? ആത്മീയ പ്രാർത്ഥനയല്ല. ദൈവത്തിന്റെ സന്നിധിയിൽ കുറ്റമില്ലാത്തവരായി, അല്ലെ, വിശുദ്ധരായി, നിഷ്കളങ്കരായി, കുറ്റമില്ലാത്തവരായി ആമേൻ നമ്മളെ നിർത്തണം. അതിനുള്ള വഴിയാണ് 21 വാക്യത്തിൽ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇതുപോലെ നമ്മൾ പാടി, തന്നിടുക നിൻ വാങ്ങനങ്ങൾ, പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ ശത്രു തന്നെ തീയമ്പുകളെ തൊടുത്തിടുന്നു തകർത്തിടുവാൻ. അല്ലെ, ശത്രു അവന്റെ തീയമ്പുകളെ തൊടുത്തുകൊണ്ടിരിക്കുമ്പോ കർത്താവേ അങ്ങയുടെ കൃപ എന്റെ പകരണമേ, ഈ പോരാട്ടത്തിൽ പിടിച്ചു നിൽക്കുവാനുള്ള കൃപ എന്റെ പകരണമെന്ന് ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ, പാടുവാൻ ഇന്ന് പോരിൽ ഇടയായി. അപ്പോൾ അതിന്റെ 23 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ആമേൻ, ദൈവത്തിന്റെ സന്നിധി നിഷ്കളങ്ക മക്കളാക്കി വിശുദ്ധരാക്കി നമ്മെ നിർത്തുവാനുള്ള വഴി. Do not move from the hope held out in the gospel. സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് ഇളകാതെ നിങ്ങൾ സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ ഉറച്ചു നിൽക്കണം. പകലിൽ ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ഇതാണ്. ആമീൻ, നമുക്ക് എങ്ങനെ കർത്താവിന്റെ സന്നിധിയിൽ വിശുദ്ധരായി നമുക്ക് നിൽക്കുവാൻ പറ്റും? അതിന് ഒന്നാമത്തെ വഴിയാണ് സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. അത് എങ്ങനെ നിൽക്കണം? അടിസ്ഥാനമുള്ളവരായി, സ്ഥിരതയുള്ളവരായി, ഉറപ്പുള്ളവരായി നിൽക്കണം. 3, സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നമ്മെ ഇളക്കുവാൻ സാധ്യതയുണ്ട്. ഇളക്കുവാൻ സാധ്യതയുള്ളത് എന്തൊക്കെ? 4, സുവിശേഷത്തിന്റെ ആ ഉറപ്പിൽ നിന്ന് ഇളകാതിരിക്കാൻ നാം എന്ത് ചെയ്യണം? ഈ 4 കാര്യങ്ങളാണ് ചിന്തിക്കുവാൻ കർത്താവിൽ എനിക്ക് നിയോഗം തന്നിരിക്കും. എന്തൊക്കെയാ? 1, സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നമ്മൾ ഉറച്ചു നിൽക്കണം, നിലനിൽക്കണം. 2, അത് നമ്മൾ എങ്ങനെ നിലനിൽക്കണം? ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരെ നിലനിൽക്കണം. 3, ആ സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നമ്മൾ ഇളക്കുവാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി ആ സാധ്യതയുള്ള മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. 4ാമത്തെ പോയിന്റാണ്, ആ ഇളകാതെ ഇരിപ്പാൻ നാം എന്ത് ചെയ്യണം? സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നാൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് അങ്ങന്റെ മുന്നിൽ ധൈര്യത്തോടെ എങ്ങനെ നിൽക്കാൻ പറ്റുന്ന വായിച്ചത്? നിഷ്കളങ്കരായി, വിശുദ്ധരായി, കുറ്റമില്ലാത്തവരായി അവന്റെ സന്നിധി നിലനിൽക്കുവാനിടയാകും. 1-ാം അധ്യായത്തിന്റെ എല്ലാ മണ്ഡലത്തിലേക്ക് പോകുവാൻ സമയമില്ല. 12-29
we can see the great work of redemption and summary of the doctrine of our redemption by Christ. ഒന്നാമത്തെ ആയത്തിന്റെ 12 മുതൽ 29 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ ക്രിസ്തു മുഖേന നമുക്ക് ലഭിച്ചിരിക്കുന്ന വീണ്ടെടുപ്പിന്റെ പദ്ധതിയുടെ ആഴം എന്താണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. Verse 12. Can you read verse 12? He has delivered us from the power of darkness. ഒന്നാമത് ആമേൻ സുവിശേഷത്തിന്റെ പദ്ധതി. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. വീണ്ടെടുപ്പിന്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുത്ത ഒന്നാമത്തെ കാര്യമാണ് അവിടെ വായിക്കുന്നത്. ഒന്ന്, he has delivered us from the power of darkness. സുവിശേഷമാണ് എന്നെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചത്. എന്നെ രക്ഷിച്ചെടുക്കുവാൻ സ്വർഗത്തിൽ ഇറങ്ങി വന്ന രക്ഷകനായ യേശുവാണ് എന്നെ ആമേൻ അന്ധകാരത്തിന്റെ ശക്തിയിൽ നമ്മളെ വിടുവിച്ചത്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ദൈവം സൃഷ്ടിച്ചത് അന്ധകാരത്തിലല്ല. ആണോ? ഒരു മനുഷ്യനെ അന്ധകാരത്തിലല്ല സൃഷ്ടിച്ചത്. 1 പത്രോസിന്റെ ലേഖനം 2:9 വായിക്കുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക്. പ്രൈസ് ദി ലോർഡ്. അത് വലിയ ചിന്താവിഷയമാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നിൽക്കുന്ന വലിയൊരു ചിന്താവിഷയമാണ്. 66 പുസ്തകങ്ങളും അടങ്ങിയിരിക്കുന്ന മഹനീയമായ സത്യമാണ്. നിങ്ങളോ ഇരുട്ടിൽ നിന്ന്. മനുഷ്യനെ ഏതൻ പൂങ്കാവനത്തിൽ സൃഷ്ടിച്ചത് ഇരുട്ടിലാണ്. ആണോ? അവരെ നിത്യ തേജസ്സിലാണ് സൃഷ്ടിച്ചത്. പിന്നെ എങ്ങനെ നിങ്ങളോ അന്ധകാരത്തിലേക്ക് പോയി? നമ്മളിൽ ചിന്തിക്കുവാൻ ധാരാളം കാര്യങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഏതൻ പൂങ്കാവനത്തിന്റെ ആമേൻ മനുഷ്യനെ വായിക്കുന്നു, മനുഷ്യനെ സൃഷ്ടിച്ചത് ആമേൻ ഭൂമിയെ സൃഷ്ടിച്ചത് പാർപ്പിനത്ര അല്ലെ? ദൈവത്തിന്റെ പ്രകാശനത്തിൽ ജനത്തെ സൃഷ്ടിക്കുവാനിടയായി. എന്നാൽ ഏതൻ പൂങ്കാവനത്തിൽ തേജസ് നഷ്ടപ്പെട്ടു. തേജസ് നഷ്ടപ്പെട്ട ജനത്തിന്റെ തേജസ് മടക്കി കൊടുക്കുവാൻ നിങ്ങളോ അന്ധകാരത്തിലേക്ക് മടങ്ങിപ്പോയി. അന്ധകാരത്തിൽ നിന്ന് ആ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ മടക്കിക്കൊണ്ടുവന്നു. നിങ്ങളൊരു വിശുദ്ധ വർഗമാക്കി മാറ്റുവാൻ, നിങ്ങളെ രാജകീയ പുരോഹിത വർഗമാക്കി മാറ്റുവാൻ, നിങ്ങളൊരു വിശുദ്ധ ജാതിയാക്കി മാറ്റുവാൻ, നിങ്ങളെ സ്വന്തം ജനമാക്കി മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് നമ്മളോട് കണ്ണ തോന്നിയ ദൈവസ്നേഹത്തിന്റെ ആഴം ഇതുവരെ ഓർക്കുന്നവരുണ്ടെങ്കിൽ എന്ന ദൈവത്തിന് നന്ദി കരേറ്റാം. ഇവിടെ ദൈവത്തിന്റെ ആത്മ നമ്മളോട് പറയുന്നു, he has delivered the first work of the redemption. വീണ്ടെടുപ്പിന്റെ ഒന്നാമത്തെ പദ്ധതി. He has delivered us from the power of darkness. ഇരുട്ടിന്റെ ശക്തി ഭയാനകമാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്നും ആമേൻ ആ പ്രകാശത്തിലേക്ക് വന്ന് അഭിമാനിക്കുന്നവർ ഏതെങ്കിലും രീതി ഇരുട്ടിന്റെ ശക്തിക്കുള്ളിലായിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ മേലെ ഭയാനകമായ അനുഭവം. പ്രകാശത്തിൽ നിൽക്കുന്നവനോട് വചനം കേട്ടാൽ അതിന് റെസ്പോണ്ട് ഉണ്ടാവും. പ്രകാശത്തിൽ നിൽക്കുന്നവന് ആത്മീയ ആരാധനയുണ്ട്. പ്രകാശത്തിൽ നിൽക്കുന്നവരുടെ നാവ് ചലിക്കാതെ ഇരിക്കുകയില്ല. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് നിങ്ങളെ അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ പൗലോസ് പറയുന്ന പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ അവന്റെ സന്നിധിയിൽ കുറ്റമറ്റ ആമേൻ വിശുദ്ധരായി നിഷ്കളങ്ക മക്കളായി നിൽക്കണമെങ്കിൽ സ്വർഗം വീണ്ടെടുപ്പിന്റെ പ്രവൃത്തി ചെയ്ത ഒന്നാമത്തെ പ്രവൃത്തി, he has delivered you from the darkness. ഇരുട്ടിൽ നിന്ന് അവൻ നമ്മളെ വിടുവിച്ചു. അവന്റെ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തിയാണ്. എന്താ? അവൻ നമ്മൾ ഇരുട്ടിന്റെ ഇന്ന് നമ്മൾ ഇരുട്ടിന്റെ അധികാരത്തിലല്ല. Praise the Lord. And giving joyful thanks to the Father who has qualified you to share in the inheritance of his holy people in the kingdom of light. Praise the Lord. വെളിച്ചത്തിന്റെ ദൈവത്തിന് നന്ദി കരേറ്റുവാൻ തക്കവണ്ണം ഇരുട്ടിന്റെ അധീനതയിൽ നിന്ന് ഇവരെ വിടുവിച്ചു കൊണ്ടുവന്ന ജീവന്റെ നാഥനായ ക്രിസ്തു. Praise the Lord. രണ്ടാമത് ചെയ്ത റിഡംഷന്റെ പ്രവൃത്തിയാണ്. He has translated us into the kingdom of his dear son. അവന്റെ സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിനാക്കി.
പ്രാപ്തരാക്കിയിരിക്കുന്നത്. അവൻ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുക മാത്രമല്ല, അമീൻ ഇരുട്ടിന്റെ അധികാരത്തെ വിടുവിക്കുകയല്ല, സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുക മാത്രമല്ല, അവന്റെ വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കി മാറ്റിയിരിക്കുന്നു. മൂന്ന് തലമുറ ചിന്തിക്കണമേ, നമ്മൾ എവിടെയായിരുന്നു? അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, നിങ്ങളോ അന്ധകാരത്തിലായിരുന്നു, ഇന്ന് നിങ്ങൾ അന്ധകാരത്തിലല്ല, നിങ്ങളെ നിത്യപ്രകാശത്തിലേക്ക് കൊണ്ടുവന്ന രക്ഷകനുണ്ട്, അതിനോട് വില കൊടുത്തവരുണ്ട്, അവന്റെ വിലച്ചാക്കില് രക്തമാണ് കൊടുത്തത്. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി അവർ നമ്മെ പ്രാപ്തരാക്കി മാറ്റി. വീണ്ടെടുപ്പ് കൊണ്ടുള്ള പ്രയോജനമാണ്. ഇരുട്ടിലുള്ളവർക്ക് ഇതൊന്നുമില്ല. അതുകൊണ്ടാണ് പ്രവൃത്തി വായിക്കുന്നത്, നിങ്ങളെ വെട്ടിയെടുത്ത പാറയെങ്കിലേക്ക് തിരിഞ്ഞു നോക്ക്. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന് പറഞ്ഞ പലരും ഇന്നും ആ പാറയിൽ ഇരിക്കുമ്പോൾ, ഇന്നും ആ ഇരുട്ടിന്റെ അതീതയിലായിരിക്കുമ്പോൾ, അതിന്റെ നടുവിൽ തന്നെ വെട്ടിയെടുത്ത ക്രിസ്തുവിന്റെ സ്നേഹം, വെട്ടിയെടുത്ത ക്രിസ്തുവിന്റെ സ്നേഹത്തെ ഓർത്ത് ഇന്നുവരെ അപ്പോ ഞാൻ സ്തുതിക്കുന്നു എന്ന് പറയുമോ? The doctrine of the gospel, സുവിശേഷത്തിന്റെ ഉപദേശം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലാണ്. 15 മുതൽ 17 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ we can see he speaks concerning the person of the redeemer. നമ്മളെ വിടുവിച്ച് വീണ്ടെടുപ്പുകാരൻ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാകും. എങ്ങനെയുള്ള 15-17 അവൻ the Son is the image of the invisible God, the firstborn over all the creation. For in him all things were created, things in heaven and on earth, visible and invisible, whether thrones or powers or rulers or authorities, all things have been created through him and for him. ഇതെല്ലാം അവൻ മുഖാന്തരമുള്ളവයි, അവനാൽ മാത്രമുള്ളവയാണ്. ഈ വീണ്ടെടുപ്പുകാരന്റെ ശക്തിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിന്നെ വീണ്ടെടുത്തവന് ശക്തിയുണ്ട്. സർവശക്തിയുടെ മാതിരിയാണോ സകലതും അവൻ മാത്രവും അവനാൽ മാത്രമാണുള്ളതായത്. Verse 18-22 concerning the work of redemption, വീണ്ടെടുപ്പിന്റെ വിധങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. Verse 23-29 concerning the preaching of the redemption, വീണ്ടെടുപ്പിനെ കുറിച്ചുള്ള പ്രസംഗം എന്താണെന്ന് കാണുന്നു. ആ വിഷയത്തോടുള്ള ബന്ധത്തിലാണ് ആ 23 നമ്മൾ വന്ന് നിൽക്കുവാനിടയായത്. വീണ്ടെടുപ്പിന്റെ പ്രസംഗം എങ്ങനെയുള്ളതാണ്? 123 to whom it was preached. ആരോടാണ് സംസാരിച്ചത്? Verse 23. If you continue in your faith, established and firm, and do not move from the hope held out in the gospel. This is the gospel that you heard and that has been proclaimed to every creature under heaven, and of which I, Paul, have become a servant. So to whom it was preached? To every creature under heaven, non excluded. ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. അവരുടെ മർക്കോസ് 16:15 വായിക്കുന്നത്, നിങ്ങൾ പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പറയണം. നോ എക്സ്ക്ലൂഡഡ്. ആരെയും ദൈവവചനത്തിൽ മാറ്റി നിർത്തിയിട്ടില്ല. അത് കറുത്തവനെന്നോ വെളുത്തവനെന്നോ ജോലിയുള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ളവനെന്നോ ഇല്ലാത്ത, ഇതൊന്നും ദൈവത്തിന് വിഷയമല്ല. നമ്മൾ ഏൽപ്പിച്ച ദൈവം വിഷയമല്ല. സകലരോട്. By whom it was preached. ആരിൽ കൂടിയാണ് പ്രസംഗിക്കുവാനിടയായത്? I, Paul, have become a servant. Paulus by Paul had made me a minister. എന്റെ ദൈവം എന്നെ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തു. എല്ലാവരും ഇത് പറഞ്ഞാട്ടെ. എന്റെ ദൈവം എന്നെ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തു. ബൈബിളിൽ പിടിക്കാൻ മാത്രമല്ല, ബൈബിളിലെ വചനങ്ങൾ മറ്റുള്ളവരോട് പറയുവാൻ എന്റെ ദൈവം എന്നെ തിരഞ്ഞെടുത്തു.
എന്നെ എനിക്ക് ക്വാളിഫിക്കേഷൻ തന്നത് സർവശക്തനായ ദൈവമാണ്. അതിന്റെ വലിപ്പച്ചെറുപ്പം കണ്ടിട്ടല്ല, ശക്തി കണ്ടിട്ടല്ല, വിദ്യാഭ്യാസം കണ്ടിട്ടല്ല, പാരമ്പര്യം കണ്ടിട്ടില്ല. എന്നെ അതിലൂടെ തെരഞ്ഞെടുത്ത നസ്രായനായ യേശുവിനെ ഇന്ന് കാലം ഞാൻ ദൈവത്തിന് ആ നന്ദി കഴിയിട്ടെന്ന് പറഞ്ഞ ദൈവത്തിനെ സ്തുതിക്കുവാൻ എത്ര പേർക്ക് കഴിയും? അതാണ് നമ്മുടെ ചിന്താമണി. ഇന്ന് പോയി ഞാൻ ചിന്തിക്കുന്ന വിഷയം, അവൻ എന്താണ് പ്രസംഗിച്ചത്? എന്താണ് പ്രസംഗിച്ചത്? നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കണം. നിങ്ങൾ പോയി നിങ്ങൾക്ക് മനസ്സിലായോ? അല്ലല്ലേ? അപ്പോ നിങ്ങൾ ഇളകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഇളക്കിക്കളയുവാൻ സാധ്യതയുള്ള പല മണ്ഡലങ്ങളുണ്ട്. അതിന്റെ നടുവിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അടിസ്ഥാനമിട്ട് ഒരു കാറ്റിനും നിങ്ങളെ ഇളക്കുവാൻ പറ്റാതെ ഒരു ബിൽഡിങ്ങിന്റെ പണി പോലെ വാക്യോടെ പറയുന്നത്. ഉറപ്പുള്ള അടിസ്ഥാനമുള്ള ഒരു ഭവനത്തിന് കാറ്റെല്ലായിടത്തും ഉണ്ട്. അത് വിശുദ്ധന്റെ നടുവിലുമുണ്ട്, അവിശുദ്ധന്റെ നടുവിലുമുണ്ട്, അല്ലേ? ലോകക്കാരുടെ നടുവിലുമുണ്ട്, സഭയ്ക്കുള്ളിലുമുണ്ട്. എല്ലായിടത്തും കാറ്റുണ്ട്. പക്ഷെങ്കിൽ ആത്മീകൻ വീഴാതിരിക്കുന്നതിന് കാരണം മറ്റൊന്നുമല്ല, അവനൊരു അടിസ്ഥാനമുണ്ട്. നിസ്സാര വിഷയം ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവൻ വീണു പോകാതെ ഇരിക്കുന്നതിന് കാരണം അവൻ ഉറപ്പുള്ള ഒരു അടിസ്ഥാനമാണ്. എത്ര പേർക്ക് പറയാൻ സാധിക്കും? ചെറിയ കാറ്റടിച്ചാൽ ഒന്നും ഞാൻ വീഴത്തില്ല. അത് ശക്തമായ കാറ്റ് വന്നാൽ എനിക്ക് പിടിച്ചേക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള അനുഭവമുള്ള പ്രിയപ്പെട്ടവർ ഇന്ന് പരിശുദ്ധാത്മാവിനെ ഉറയ്ക്കണം. സുവിശേഷത്തിന് അങ്ങനെ അനുഭവിക്കുന്നത് സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകി മാറരുത്. ഒരു കാറ്റിനെ നിങ്ങളെ വീഴിക്കുവാൻ കഴിയാതെ വണ്ണം ഹല്ലേലൂയ നിങ്ങൾ എന്ത് ചെയ്യണം? ഇളകാതെ ഇരിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. ഇന്ന് പകലിൽ നമ്മൾ ബൈബിൾ ക്ലാസ് കേട്ടല്ലേ? യാക്കോബിലെ 1-ാം അധ്യായം 2-3 വാക്യത്തിൽ വളരെ വ്യക്തമായി ശക്തമായി പരിശുദ്ധാത്മ നമ്മുടെ ഇടപെടുകയുണ്ടായി, അല്ലേ? നമ്മൾ വിവിധ ഘട്ടങ്ങളിൽ അകപ്പെടുത്തുന്ന പോലുകൾ പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിന്റെ നടുവിൽ നമ്മൾ ഉറപ്പുള്ളവരായി നിർത്തുവാനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. റോമാലേഖനം 1 കൊരിന്ത്യർ 15-ാം അധ്യായം 58-ാം വാക്യം വായിച്ചു. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിന്റെ 58-ാം വാക്യം അവിടെ നമ്മൾ വായിക്കുന്നു. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കർത്താവിന്റെ വേലയിൽ എപ്പോഴും therefore my dear brothers and sisters, stand firm, let nothing move you. നിങ്ങൾ ആരും ഇളക്കരുത്. ഇളക്കുന്ന പോരുകൾ എത്രത്തോളം ജീവിതത്തിൽ ആഞ്ഞടിച്ചാൽ അവിടെ പറയും let nothing move you. Always give yourself fully to the work of the Lord, because you know that your labor in the Lord is not in vain. നിങ്ങളുടെ പ്രവൃത്തി വ്യർത്ഥമല്ല എന്ന് പറഞ്ഞാല് എന്റെ പ്രവൃത്തി വ്യർത്ഥമല്ല. ഞാൻ കർത്താവിനോട് ഓടുന്നത്, എന്റെ പ്രവൃത്തി ദൈവത്തിന്റെ തിരുമുഖത്തേക്ക് നോക്കി ജീവിക്കുന്നത്, പ്രവർത്തിക്കുന്നത് അത് വ്യർത്ഥമല്ല. Hebrews chapter 10 verse 23 is saying, let us hold tightly, firmly to the hope that we have conversed. നിങ്ങളുടെ പ്രത്യാശയുടെ സ്വീകാര്യം നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം let us hold tightly എന്ന് പറഞ്ഞാൽ അല്പം ലൂസാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വീഴാൻ സാധ്യതയുണ്ട്, ഇളകാൻ സാധ്യതയുണ്ട്. പഴയ കാലത്ത് ഹല്ലേലൂയ സ്തോത്രം നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. കച്ച അരയോട് ചേർന്ന്, അതിനുവേണ്ടി അരയോട് ചേർന്നിരിക്കുവാൻ തക്കം ഒരു അരക്കച്ച കിട്ടും. ഏരിയ ഓടിയത് എങ്ങനെയാ? ഈ അരക്കച്ച കെട്ടിക്കൊണ്ടാണ് ഓടിയത്, ഇല്ലേ? എന്താ അറിയാം? ഓട്ടത്തിനിടയ്ക്ക് ഇത് ലൂസായി താന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി ക്രിസ്തുവിനെ നോക്കി ഈ അരക്കച്ച കെട്ടി മുന്നോട്ട് ഓടണം. ഒരിക്കലും അത് ടൈറ്റാക്കി വെക്കണം. നിന്നുള്ള വിശ്വാസത്തെ നിന്ന് വീഴിക്കുവാൻ
ഒരു രീതിയിലും പ്രൈസലോ അതിന്റെ അങ്ങനെ കുലുക്കുവാൻ ശ്രമിക്കുന്ന പൈശാചിക ശക്തിയുടെ ആഴം ധാരാളമുണ്ട്. അതിലേക്ക് പോകാൻ ഇന്ന് പോലെ എനിക്ക് സമയം കിട്ടുന്ന ഒരു തെസ്സലോനിക്ക ലേഖനം 4:2 അതൊന്ന് വായിക്കുന്ന പ്രൈസലോ നമ്മള് അതിന്റെ ഏറ്റവും വലിയൊരു വിഷയമാണ് 2 തെസ്സലോനിക്കയിൽ 2:2 ദുരുപദേശം വിശ്വാസികളൊക്കെ കളയും. ദുരുപദേശത്തിന്റെ കളകൾ പെരുകുമ്പോൾ മനുഷ്യൻ സുബോധം നഷ്ടപ്പെട്ട് അല്ലേ 2:2 വായിച്ച് വേഗത്തിൽ ഇളകയില്ലേ ദുരിതമേശ ഒരു മനുഷ്യനെ ഇളക്കുവാൻ പ്രൈസലോടെ സമയത്തേക്ക് മാത്രം ഓടിച്ചു പോവുക. ഒരു മനുഷ്യനെ ഇളക്കി കളയുവാൻ ഒരു വിശ്വാസ ജീവിതത്തെ ഇളക്കി കളയുവാൻ പിശാച് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് ദുരുപദേശം. ദുരുപദേശം നേരിട്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് ഇഞ്ചക്ട് ചെയ്യല ചെയ്തത്. 90 നല്ലതും അതിന്റെ കൂട്ടത്തിൽ 10 ദുരുപദേശങ്ങളും കൂടെ മിക്സ് ചെയ്ത് ചേർത്തുകളെ തരുമ്പോൾ ദൈവത്തിന്റെ വൈദ്യരെ ഒരു ദൈവവൈദ്യൽ മനസ്സിലാക്കണം, ഇതിന്റെ ആത്മീക ജീവിതത്തെ ഇളക്കുവാനുള്ളതാണ്. എന്തിനു പറയുന്നു? ജീവിതത്തിൽ സംശയം ഉളവാക്കുന്നത് നീ കേൾക്കാൻ പോകരുത്, അതിന്റെ പുറകിൽ നീ ഷെയർ ചെയ്യാൻ പോകരുത്, അങ്ങനെയുള്ള വിഷയത്തിൽ ഇടപെടാൻ പോകരുത്. കാരണം ഇത് നിന്നെ ഇളക്കുവാനുള്ളതാണെന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യണം? ദൈവസേന ഉറപ്പോടെ നിൽക്കുവാനിടയാണ്. അവിടെ let us hold tightly to the hope that we have conversed. നമ്മൾ ഒരിക്കൽ വിളിച്ചു പറഞ്ഞ, നമ്മൾ ഒരിക്കൽ കൺവസ് ചെയ്തില്ലേ, ഏറ്റു പറഞ്ഞ ഒരു പ്രത്യാശയുണ്ട് ഇല്ലേ? ആ പ്രത്യാശയുടെ സ്വീകാര്യം നിങ്ങൾ മുറുകെ പിടിക്കണമില്ലേ? ഉറച്ച വിശ്വാസിയായിരിക്കണം. ഉറപ്പുള്ളവരെ കുലുക്കുവാൻ ഒരു കാറ്റിനും പറ്റില്ല. സഹോദരം, ഉറപ്പുള്ളവരെ വീഴിക്കോ കൊടുക്കാറ്റിനും പറ്റില്ല. യേശുവിന്റെ നാമത്തിൽ നമ്മൾ ഉറപ്പുള്ളവരായി തെളിയിക്കപ്പെടേണ്ട പല മണ്ഡലങ്ങളുണ്ട്. വിവിധ പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ നമ്മൾ ഉറപ്പോടെ നിന്നിട്ടുണ്ടോ? അതോ പിശാചിനാൽ വീണുപോയ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇതുവരെ ദൈവാത്മാവോട് ചോദിക്കുന്നു, ഉറപ്പുള്ളവരെ വീഴിക്കുവാൻ ഒരു പിശാചിനും പറ്റില്ല. നമ്മെ ഉറപ്പിച്ച് നിർത്തുന്ന ഒരു അടിസ്ഥാന ഘടകമുണ്ട്, ഫൗണ്ടേഷൻ. കോൺക്രീറ്റ് ഇട്ട് നമ്മളെ സെറ്റ് ചെയ്യുന്ന ഒരു ഉറപ്പുള്ള ഒരു ഘടകമുണ്ട്. അതിന്റെ പേരാണ് ഇവിടെ പറയുന്നത് സുവിശേഷത്തിന്റെ പ്രത്യാശ. നമ്മെ ഉറപ്പിച്ച് നിർത്തുന്നത് എന്തുവാ? സുവിശേഷത്തിന്റെ പ്രത്യാശ. എന്താണ് ആ സുവിശേഷത്തിന്റെ പ്രത്യാശ? വേഴ്സ് 27 27 വാക്യം വായിക്കാം. അവരോട് ജാതികളുടെയിടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു എന്ന മഹിമാധനം നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. അതാണ് നമ്മുടെ മഹത്വത്തിന്റെ പ്രത്യാശ, നമ്മുടെ സുവിശേഷത്തിന്റെ പ്രത്യാശ. ക്രിസ്തു എന്ന മഹിമാധനം എന്റെ ഉള്ളിലിരിക്കുന്നു. പറയാൻ പറ്റുമോ? പിശാച് കടന്നു വരുമ്പോൾ ഒരു ആത്മീകൻ കുലുങ്ങാത്തതിനേക്കാൾ എന്റെ ഉള്ളിൽ ഒരുവനുണ്ട്. കുലുങ്ങി തകർന്നുപോയി, അവൻ തളർന്ന് വീഴാൻ തുടങ്ങി. അവൻ പറഞ്ഞു, ഇനി നമ്മൾ എന്ത് ചെയ്യും? അകത്ത് ക്രിസ്തുവുള്ളവ പറയുന്നു, എന്നോട് കൂടെയുള്ള ഒരുവനുണ്ട്. മഹത്വത്തിന്റെ ക്രിസ്തുവായ ദൈവം എന്റെ ഉള്ളിലുണ്ടെന്നുള്ള പ്രത്യാശയാണ് ഒരു ആത്മീകനെ കുലുക്കാതെ നിർത്തുന്നത്. ജീവിതത്തിൽ കടന്നു വന്ന പോരുകളുടെ നടുവിൽ ധൈര്യത്തോടെ നമ്മെ നിർത്തുന്ന ഒരു കാര്യം, ക്രിസ്തു എന്ന മഹിമാധനം, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു. 27 അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. The mystery that has been kept hidden for ages and generation, but is now disclosed to the Lord's people, to them God has chosen to make known among the Gentiles the glorious riches of this mystery, which is Christ in you, the hope of glory.
മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു എന്നിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് സുവിശേഷത്തിന്റെ പ്രത്യാശ. സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിങ്ങൾ ഇളകിപ്പോകരുത്. Don't move. വായിക്കുന്നത് സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിങ്ങൾ ഇളകിപ്പോകരുത്. ഇളകിപ്പോകാതെ ഇരിക്കണമെങ്കിൽ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സുവിശേഷത്തിന്റെ പ്രത്യാശ എന്താണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അതുകൊണ്ടാണ് അതേ അധ്യായത്തിൽ തന്നെ പൗലോസ് പറയുന്നത് സുവിശേഷത്തിന്റെ പ്രത്യാശ എന്ന് പറയുന്നത് ക്രിസ്തു എങ്ങനെയാ മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാല് ജീസസ് ക്രൈസ്റ്റ് ഈസ് വിത്ത് മീ ഓൾവേസ്. ക്രിസ്തു എന്റെ കൂടെയുണ്ട്. യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 3:13-14 2 Corinthians chapter 3 verse 13 and 14. പഴയ കാലങ്ങളിൽ ഇത് മറയപ്പെട്ട കിടക്കുകയായിരുന്നു. സർവശക്തനായ ദൈവം മാറാ നീക്കി. വായിച്ചേ. നീങ്ങിപ്പോകുന്നതിന്റെ അന്തം കാണാതെ വേണം. മോശ തന്റെ മുഖത്ത് മൂടുപടമിട്ടു. ഇത് മനസ്സിലാക്കുവാൻ പറ്റാതെ ശോഭ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ വേണം. മൂടുപടമിട്ടു. സ്വർഗമാ മൂടുപടം വലിച്ചു കീറി നാമത്തിൽ. എന്നിട്ട് മഹത്വത്തിന്റെ പ്രത്യാശ എന്താണെന്ന് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നു. 3:4-5 അവിടെ വായിക്കുന്നു നമുക്ക് വേണ്ടി അത് വെളിപ്പെട്ടു. നിങ്ങളത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ച മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ആ മർമ്മം എന്ന് പറയുന്നത് അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും വെളിപ്പെട്ട പണ്ട് മറഞ്ഞു കിടന്നതാ. പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവില്ലാതിരുന്നത് ജാതികൾ സുവിശേഷത്താൽ ഈ സുവിശേഷത്തിന്റെ പ്രത്യാശ എന്താണെന്ന് ചോദിച്ചോ. ജാതികളായ നമ്മൾ സുവിശേഷത്താൽ അവയെ സ്വർഗത്തിലുള്ള ഹെവൻലി ഇൻഹെറിറ്റൻസിന്റെ പാർട്ടേക്കറായി മാറി. ആ സ്വർഗീയ സന്തോഷത്തിന്റെ പാർട്ടേക്കറാക്കി നമ്മളെ മാറ്റുക. ദൈവൂതനും മാത്രം അവകാശമായിരുന്നത് ജാതികൾക്ക് നിക്ഷിത്യമായിരുന്നത് നമുക്ക് പറ്റില്ലെന്ന് പറഞ്ഞത് നമുക്ക് നൽകി തരുവാൻ സ്വർഗം ഇറങ്ങുമെന്ന് നമ്മളെ വെളിപ്പെടുത്തി ഇന്ന് പകലും നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു. ഇതാണ് സുവിശേഷത്തിന്റെ പ്രത്യാശ. Chapter 28 verse 20 അവിടെ നമ്മൾ വായിക്കുന്നു I will be with you even until the end of your life. നിങ്ങളോട് കൂടെയുണ്ടെന്ന് അറിയിച്ചു. ഈ മഹത്വത്തിന്റെ പ്രത്യാശ നമുക്ക് തന്ന വാഗ്ദത്തം. I will be with you even until the end of all the ages. തലമുറയോളം നമ്മൾ പറയണം, നമ്മെ നോക്കി പറയാം until end of your life. നിന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നുള്ള ദൈവിക വാഗ്ദത്തമാണ്. ഒരു ദൈവം ഇതിൽ ഏത് പ്രതിസന്ധികളിലും പിടിച്ചു നിൽക്കുന്നത് കുലുക്കുവാൻ ശ്രമിക്കുന്ന വൈശാലിക ബോഡികളുടെ കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ, തിരമാലകൾ ആഞ്ഞടിക്കുമ്പോൾ rising above all the temptation, rising above ഈ ലോകത്തുള്ള എല്ലാ പ്രതിസന്ധികളെക്കാളും ഉയർന്നു വരുവാൻ കാരണം there is someone inside us. നമ്മുടെ ഉള്ളിൽ ഒരാളുണ്ട്. Praise the Lord. അവൻ പറഞ്ഞത് പ്രൈസ് ഉലകത്ത് ഒരാൾക്കും ആ പ്രോമിസിനെ പറ്റത്തില്ല. ആ പ്രോമിസ് തന്നവനൊക്കെ കാലാകാലങ്ങളിൽ മാറാറുണ്ട്.
ഞാൻ നിന്റെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞവനൊക്കെ മാറിയിട്ടുണ്ട്, പറഞ്ഞവളൊക്കെ മാറിയിട്ടുണ്ട്. എന്നാൽ എന്റെ അപ്പൻ വാക്ക് മാറുന്ന ദൈവമല്ല. അനുഭവത്തിൽ പറയട്ടെ, ഈ തിരുവചനം എടുത്തുകൊണ്ട് ഇറങ്ങിയ അനുഭവത്തിൽ പറയട്ടെ, എന്റെ യേശു വാക്ക് മാറുന്നവനല്ല, അവൻ പറഞ്ഞാൽ കൂടെ നിൽക്കുന്നവരാണ്. സുവിശേഷത്തിന്റെ പ്രത്യാശയാകുന്ന കരുത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് ഇളകരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ കർത്താവിൽ ഇളകാതെ ഉറച്ചു നിൽക്കുക. അവൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഒരു ഉറപ്പുണ്ട്. അവൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ പൈതലേ, അവൻ വിഷയം അറിഞ്ഞ്, അവൻ നിന്റെ കണ്ണുനീർ കണ്ട്, സ്വതന്ത്രം നിന്റെ സങ്കടം കണ്ട് തക്ക സമയത്ത് പ്രവർത്തിക്കും. നിന്റെ കൂടെയുള്ള ഒരു വ്യക്തിക്കും അറിയാൻ പറ്റുന്നില്ല. ഞാൻ രാവിലെ പറഞ്ഞതുപോലെ, നീ ഒരാളോട് മിണ്ടാതെ ഇരിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിന്റെ വേദന ലോകം മറ്റു രീതിയിൽ വിധിയെഴുതുമ്പോൾ ദൈവത്തിന് പോലെ നിന്റെ ഹൃദയ നിലവാരം അറിഞ്ഞ്, നിന്റെ സങ്കടം അറിഞ്ഞ്, നിന്റെ വേദന അറിഞ്ഞ് നിന്നെ ആശ്വസിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ മഹത്വത്തിന്റെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പ്രവൃത്തി 276 പേരുടെ നടുവിൽ ഒരു പൗലോസ് സകലരും കുലുങ്ങി വരച്ചിരിക്കുക അല്ലേ? എല്ലാവരും 14 ദിവസം ആഹാരം പോലും കഴിച്ചിട്ട്. കാര്യം അവർ ഏതായാലും ചാകാൻ പോകും, പിന്നെന്തിനാ ആഹാരം കഴിക്കുന്നില്ലേ? അങ്ങനെ പേടിച്ച് വരണ്ടിരിക്കുമ്പോൾ ഒരുവൻ പറയുന്നു, എന്റെ ഉടയവൻ, ഞാൻ സേവിച്ചു നിൽക്കുന്നവരായ ദൂതൻ രാത്രി എന്റെ അടുക്കള. നിന്റെ സങ്കടം അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവ് മാത്രം. അതിരാക്കടല്ല നിന്റെ വിഷയം ആർക്കും അറിയത്തില്ല. അത് അവരുടെ അപ്പനറിയില്ല, അമ്മയ്ക്കറിയില്ല, സഹോദരങ്ങൾക്കറിയില്ല. എന്നാൽ അത് അറിയുന്നവൻ ആ കപ്പൽ ഇറങ്ങുന്നത്. ഇതിൽ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പേരില് അവൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ വെറുതെ പ്രൈസിലോ ഹല്ലേലൂയ പ്രയോജനമില്ലാത്ത കൂടെ ഉണ്ടായിട്ട് എന്താ കാര്യം? ശരിയാണ്, നമുക്ക് 100,000 കൂട്ടുകാരുണ്ടാകാം, ആവശ്യങ്ങളുടെ സഹായത്തിന് പ്രയോജനമില്ലെങ്കിൽ എന്ത് കാര്യവും. സ്തോത്രം. നീ ഈ ലോകത്തിൽ 1000 ലക്ഷങ്ങൾ കൂടെ നിർത്തുന്നതിനെക്കാട്ടി നല്ലത് ഈ ഒരുവനെ കൂടെ നിർത്തും. കാരണം അവൻ വിഷയം അറിഞ്ഞ് പ്രവർത്തിക്കുന്നു, നിന്റെ വേദന അറിഞ്ഞ് പ്രവർത്തിക്കുന്നു, നിന്റെ സങ്കടം അറിഞ്ഞ്, നിന്റെ കണ്ണുനീർ അറിഞ്ഞ് അവൻ പ്രവർത്തിക്കുന്ന ദൈവമാണ്. നമുക്ക് ആ കനാലിലെ കല്യാണത്തിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞില്ല, അവരുടെ സങ്കടം ആരറിഞ്ഞു? യേശു പറഞ്ഞില്ലേ, ആ കല്യാണത്തിന് എത്ര 1000 പേര് വന്നാണ് ഇല്ലേ? ഇവർക്ക് വന്നിട്ട് എന്നാ പ്രയോജനം? എന്നാണ് പ്രയോജനം? ദൈവത്തിന്റെ പേരിലെ വിഷയം അറിഞ്ഞ് പ്രവർത്തിക്കും ഒരുത്തൻ. അതുപോലെ യേശുവിന്റെ നാമം, യേശു വന്നത് അവിടുത്തെ വീഞ്ഞ് കുടിച്ച് അവിടുത്തെ ആഹാരം കഴിച്ച് സന്തോഷത്തോടെ കൂടി പോയി പറയാനല്ല. ദൈവത്തിന്റെ പേരിൽ യേശു വന്നതിന്റെ പുറകിൽ സങ്കടം അറിഞ്ഞ് പ്രവർത്തിക്കാനാണ്. ഇതുപോലെ പകലരും ലോകത്തിൻ്റെതായ കാര്യങ്ങൾ നിന്റെ അടുക്കൽ വന്നെന്നിരിക്കാം. ദൈവത്തിൽ അവരെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരിയായി നിന്റെ സ്വർഗത്തിലെ പരിധിയെ സ്നേഹിക്കും. അവൻ മാത്രമേ സങ്കടം പറഞ്ഞ് പ്രവർത്തിക്കത്തുള്ളൂ, അവൻ മാത്രമേ നിന്റെ വിഷയം മനസ്സിലാക്കി പ്രവർത്തിക്കത്തുള്ളൂ. ഇത്ര നല്ല സ്നേഹിതൻ പ്രൈസിലോ ഈ കൂടെ ഉണ്ടെന്ന വാക്ക് പറഞ്ഞവൻ പറയുക മാത്രമല്ല, ഏത് സമയത്തും നമ്മുടെ വിഷയം അറിഞ്ഞ് സാധാരണക്കാർ കൂടെ നിൽക്കുന്നവരല്ല, ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവർ കൂടെ നിൽക്കുന്നവരല്ല. കർത്താവ് മാത്രം നമ്മുടെ വിഷയം അറിഞ്ഞ് നമ്മുടെ കണ്ണുനീർ കണ്ടു. അതിലെ വിധവിൽ നയിക്ക് വെറുതെ ഒരാളായി അവിടെ കടന്നു എന്നല്ല, അവിടെ കണ്ണുനീർ കണ്ട് അവിടെ ആദരിക്കുവാനിടയായി. 11 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, രാത്രിയിൽ കർത്താവ് എന്നോട് നീ ഭയപ്പെടണം. അവന്റെ ഹൃദയത്തിന്റെ വേദന ആരും അറിഞ്ഞില്ല. എന്നെ ചിന്തത്തിന്റെ വിഷയം കർത്താവ് അവന്റെ കൂടെ ഉണ്ടായിരുന്നു. കർത്താവ് ദൂതൻ അവനോടല്ല പറയുന്നത്, കർത്താവ്. ഇതുവരെ ഞങ്ങൾക്ക് സുവിശേഷത്തിന്റെ പ്രത്യാശയും ഇളകരുത്. ഇന്ന് പോലെ ദൈവജനത്തിന് ഉപദേശമായി പറഞ്ഞു, നിങ്ങൾ ഇളകരുത്. ഇളകാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഈ സുവിശേഷത്തിന്റെ പ്രത്യാശ എന്താണെന്ന് മനസ്സിലാക്കണം.
എന്താണ് സുവിശേഷത്തിൽ പ്രത്യാശ? അവൻ എൻ്റെ ഉള്ളിലുണ്ട്, അവൻ എൻ്റെ കൂടെയുണ്ട്. പറഞ്ഞല്ലോ, മെസ്സേജ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ആയുർവേദ ചിന്തകളിലൂടെയുണ്ട്. ദൈവത്തിൻ്റെ ഇളക്കുവാൻ കടന്നു ഏത് പ്രതികൂല കാറ്റുണ്ടെങ്കിലും ആത്മാവ് നമുക്ക് പറയാം, ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ വിഷയങ്ങൾ ഇന്ന് ഞാൻ കടന്നു പോകുന്ന സാഹചര്യം എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് പിശാചി നിനക്കെന്നെ കുലിക്കാൻ പറ്റില്ല, നിനക്കെന്നെ ക്ഷയിക്കാൻ പറ്റില്ല. നിന്റെ ഒരു കാറ്റും എന്റെ തൂവലുകൾ പോലും അനങ്ങില്ലെന്ന് ഇതിന്റെ ആത്മാവിനെ ചാലഞ്ച് ചെയ്ത ദിവസത്തെ കടന്നു സർവശക്തനായ ഇവിടെ പറയട്ടെ സമർപ്പിക്കാം.